വിശ്വാസവർഷം 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 വിശ്വാസവർഷം. മതാധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ ദൈവമാതാവിനെ നമ്മുടെ സമൂഹത്തിലേക്ക് നാം അനയിച്ചിരിക്കുന്ന ഈ വേളയിൽ മാതാവിനെക്കുറിച്ച് ഏതാനും ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ മറിയം ദൈവമാതാവാണ്, സകരക്ഷകയാണ്, അമലോത്ഭവയാണ്, സ്വർഗാരോപിതയാണ്. ഇവയെല്ലാം തിരുസഭ വിശ്വാസ സത്യങ്ങളായി പഠിപ്പിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അനാദികാലം മുതൽ തന്നെ ദൈവപുത്രൻ്റെ മാതാവാകാൻ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു മറിയം. ദൈവജനനി എന്ന നിലയിൽ തൻ്റെ പുത്രനെ ജീവിതത്തിലുടനീളം ഒരു നിഴൽ പോലെ അനുഗമിച്ച മറിയം ഒരമ്മയുടെ കർത്തവ്യങ്ങളെല്ലാം ഭംഗിയായും വിശ്വസ്തയോടെ നിറവേറ്റുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്. മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനായി മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനോടൊപ്പം ആ രക്ഷാകര ദൗത്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് മറിയം സകരക്ഷകയായി മാറുന്നു. ദൈവപുത്രൻ്റെ മാതാവായ മറിയം ജന്മപാപമേശാത്ത നിഷ്കളങ്കയായിരുന്നു. ലൂർദിലെ ഒരു ബാലികയായിരുന്ന വിശുദ്ധ ബർണദീത്തയ്ക്ക് മാതാവ് നൽകിയ ദർശനത്തിൽ താൻ അമലോത്ഭവയാകുന്നു എന്ന് മറിയം പ്രഖ്യാപിക്കുന്നതായി ലൂർദിലെ ദർശനങ്ങൾ എന്ന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. തൻ്റെ ഇഹലോകവാസത്തിന് ശേഷം മറിയം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടാനുണ്ടായിരുന്നത്. അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. പരിശുദ്ധ മറിയത്തിന് എത്രയെത്ര വിശേഷണങ്ങൾ നൽകിയാലും മതിയാവില്ല. അമ്മ ജപമാല രാജ്ഞിയാണ്, നമ്മുടെ കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ്, ലോകത്തിൻ്റെ നാഥയാണ്. അമ്മയോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഈ ഒക്ടോബർ മാസത്തിൽ ജപമാല അർപ്പണങ്ങളിലൂടെ മറ്റു പ്രാർത്ഥനകളിലൂടെ നമുക്ക് നമ്മുടെ പ്രാർത്ഥന അമ്മയ്ക്ക് അർപ്പിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആവേ മരിയ. വിശ്വാസവർഷം വിശ്വാസ